അദ്ഹാവാമറു എന്താ അർത്ഥം പറഞ്ഞത്? അത് ഭീകരമാണ്. എന്താന്നുള്ളതാണ് നമ്മൾ പാഠത്ത് പറയുന്നത്. അന്ത്യനാളിനെ കുറിച്ചിട്ടാണ്. അവസാന നാള്, ഖിയാമത്ത് നാള് ഒക്കെ അറിയില്ലേ? അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്? വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. എങ്ങനെയാണ്? വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ഈ അതന്നെയാണ് ഞാൻ ചോദിക്കാൻ വിട്ട്. ചേലാക്രമം എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾ സുന്നത്ത് വയ്ക്കൂലേ? അതിനാണ് ചേലാക്രമം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? അതാണ് പറയുന്നത്. അപ്പൊ വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാക്രമം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. അതായത് എല്ലാവരും ഒരേപോലെ. അപ്പൊ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പം എല്ലാവരും ഒരുപോലെയാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആരും പരസ്പരം മനസ്സിലാവൂല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുക. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ല. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നും പരസ്പരം നോക്കൂല. ആരും ആരെയും തിരിച്ചറിയൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മറുപടി പറയാണ്, ആയിഷ, അന്ന് അതിഭയങ്കരമായ ദിനമാണ്. ആരും പരസ്പരം നോക്കുകയില്ല. അന്ന് അതിഭയങ്കരമായ ദിനമാണ്. യാ നബിയല്ലാ, അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ആയിഷ ബീവി ചോദിച്ചു. ആയിഷ ബീവി ചോദിക്കുകയാണ്, എന്താ ചോദിച്ചത്? അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ആയിഷ, 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. ഏതൊക്കെയാണ് ആ 3 സ്ഥലങ്ങൾ? ആരും ആരെയും ഓർക്കില്ല. ഏതൊക്കെയാണ്? മീസാനിന്റെ കനം മീസാനിൽ നമ്മളെ നന്മ തിന്മകൾ തൂക്കും ഇല്ലേ? അത് കുറയുമോ എന്നറിയുന്നത് വരെ ആരും പരസ്പരം ഓർക്കില്ല. പിന്നെന്താണ്? കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുക എന്നറിയുന്നത് വരെ. എൻ്റെ കിതാബ് എൻ്റെ വലത് കൈയിലാണോ എൻ്റെ ഇടത് കൈയിലാണോ തരുന്നത് എന്നറിയുന്നത് വരെയും ആരും ആരെയും ഓർക്കൂല. പിന്നെ എപ്പോഴാണ്? സിറാത്ത് വിട്ട് കടക്കുന്നത് വരെ. സിറാത്ത് പാലം കടക്കണ്ടേ? ആ സിറാത്ത് പാലം വിട്ട് കടക്കുന്നത് വരെയും ആരും ആരെയും ഓർക്കില്ല. അതിഭയങ്കരമായ ദിനമാണ് അന്ത്യനാള്. മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. അവിടെയുള്ള അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ല? അതിൻ്റെ ബാക്കി വായിക്കാം. വല്ലപ്പോഴും തെറ്റു വന്നു പോയ ചില സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കും. വല്ലപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്ത സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കും, നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേന്ന്. അയാളെ തെറ്റ് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അയാളോട് ചോദിക്കും, ഈ അങ്ങനൊരു തെറ്റ് ചെയ്തില്ലേന്ന് ചോദിക്കും. അപ്പോൾ സത്യവിശ്വാസി അതെ, ചെയ്ത ദോഷങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സമ്മതിക്കും. അപ്പോൾ അവൻ പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. ഈ സന്ദർഭത്തിൽ അള്ളാഹു പറയും, എന്താ പറയുക? ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചു വെച്ചു. ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ അവൻ നന്മയുടെ ഏട് നൽകപ്പെടും. അല്ലാഹു തആല
ആ സത്യവിശ്വാസിയോട് ദുനിയാവിൽ ഇതെല്ലാം ഞാൻ മറച്ചു വെച്ചു, ഇപ്പോൾ ഞാൻ അതൊക്കെ പുറത്തു തന്നിരിക്കുന്നു, അങ്ങനെ അവൻ നന്മയുടെ ഏട് നൽകപ്പെടും എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ല? എന്നാൽ അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അന്ന് ശക്തമായി വിചാരണ ചെയ്യും. വിചാരണ ശക്തമായാൽ അവൻ രക്ഷപ്പെടുകയില്ല. അവിശ്വാസികൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെയാണ് അവിശ്വാസികൾ എന്ന് പറയുന്നത്. അതാരാന്നറിയില്ല? അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ. പിന്നെ കപടവിശ്വാസികൾ അതും ഇതുപോലെ തന്നെയാണ്. മനസ്സിലായില്ല? അവരൊക്കെ ശക്തമായ വിചാരണ ചെയ്യും. അവരെയൊക്കെ വിചാരണ ശക്തമായാൽ അവൻ രക്ഷപ്പെടുകയില്ല. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. അമലുകൾ, അവരെ സൽക്കർമ്മങ്ങൾ മീസാനിൽ തൂക്കും. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. നന്മ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലർ മിന്നൽ വേഗത്തിൽ കടന്നു പോകും. ചിലർ മിന്നൽ വേഗത്തിൽ, അതായത് അത്രയും സ്പീഡിൽ അവർക്ക് സിറാത്തുമിലൂടെ കടന്നു പോകാൻ കഴിയുമെന്നാണ് അവിടെ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. മിന്നൽ വേഗത്തിൽ കടന്നു പോകും. ചിലർ കാറ്റിൻ്റെ വേഗതയിൽ കടന്നു പോകും. ചിലർ കുതിരയുടെ വേഗത്തിൽ, ചിലർ ഓടുന്ന വേഗത്തിൽ, ചിലർ നടക്കുന്ന വേഗത്തിൽ, മുട്ടിലിഴഞ്ഞ് വരെ ചിലർ സിറാത്തിലൂടെ കടന്നു പോകും. മുട്ടിലിഴഞ്ഞ് വരെ സിറാത്തിലൂടെ കടന്നു പോകും. ചിലർ അതിൽ നിന്ന് വീണ് നരകത്തിൽ പതിക്കും. കുറ്റം ചെയ്തവരായിരിക്കും അവർ. സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്നവരാരായിരിക്കും? കുറ്റം ചെയ്തവരായിരിക്കും. അപ്പൊ സിറാത്തിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയൊക്കെയാണ്? മിന്നൽ വേഗത്തിൽ, ചിലർ കാറ്റിൻ്റെ വേഗത്തിൽ, ചിലർ കുതിരയുടെ വേഗത്തിൽ, ചിലർ ഓടുന്ന വേഗത്തിൽ, ചിലർ നടക്കുന്ന വേഗത്തിൽ, മുട്ടിലിഴഞ്ഞ് വരെ സിറാത്തിലൂടെ കടന്നു പോകും. നന്മ മുൻതൂക്കമുള്ളവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. ചിലർ കാറ്റിൻ്റെ വേഗത്തിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അമ്പിയാക്കൾക്കും അല്ലാഹു തആല പ്രത്യേകം ആദരിച്ചവർക്കും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാം. ഹിസാബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദ്യമൊന്നുമില്ല. അമ്പിയാക്കൾക്കും അള്ളാഹു പ്രത്യേകം ആദരിച്ചവർക്കും ഹിസാബൊന്നുമില്ല. മനസ്സിലായില്ല? ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരിൽ അള്ളാഹു നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സാഅത്തു അദ്ഹ വഅമറു. അന്ത്യനാൾ അതിഭീകരമാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇനി പാഠം നന്നായിട്ട് വായിക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവരും പഠിക്കുക. നാളെ ഞാൻ ക്ലാസ്സിൽ ചോദ്യം ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് തദ്രിബാത്തൊക്കെ ചെയ്ത മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തദ്രിബാത്തൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് നാളെ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും അടുത്ത പാഠവും റിവിഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.